ഹായ്, എല്ലാവർക്കും വരാന്ത റൈസിന്റെ RRB NTPCയുടെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. ഞാൻ ജ്യോതിഷ ചാരിത്ര. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്സുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായിട്ട് റിലേറ്റഡ് ഫാക്ട്സുമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരെയും പഠനമൊക്കെ നല്ല രീതിയിൽ ഉഷാറായിട്ട് റിവിഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ റിവൈസ് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതാനായിട്ട് എല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് അടുത്ത സെഷനിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ബേസിക് സയന്റിഫിക് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് എ ന്യൂക്ലിയർ റിയാക്ടർ ഈസ് ഡാഷ്, അല്ലെങ്കിൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ന്യൂക്ലിയർ റിയാക്ടർ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിന് വായിക്കാം. ബേസിക് സയന്റിഫിക് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് എ ന്യൂക്ലിയർ റിയാക്ടർ ഈസ് ഡാഷ്. ഒരു ന്യൂക്ലിയർ റിയാക്ടറിന്റെ ആണവ റിയാക്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ആണവ റിയാക്ടറിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയർ റിയാക്ടറിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയർ റിയാക്ടറിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയാൽ എന്തൊക്കെയാണ് ഓപ്ഷൻസ് നോക്കിയേ. ബേസിക് സയന്റിഫിക് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് എ ന്യൂക്ലിയർ റിയാക്ടർ ഈസ് ന്യൂക്ലിയർ ഫ്യൂഷൻ, കൺട്രോൾഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ, അൺകൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ, കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ. അപ്പം ന്യൂക്ലിയർ റിയാക്ടറിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ന്യൂക്ലിയർ റിയാക്ടറിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫിഷൻ ആണ്. ന്യൂക്ലിയർ ഫിഷൻ ആണ് ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഒരു ന്യൂക്ലിയർ റിയാക്ടറിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയർ റിയാക്ടറിൽ തന്നെ ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ തന്നെ കൺട്രോൾഡ് ഫിഷൻ ആണ് ഇവിടെ നടക്കുന്നത്. കൺട്രോൾഡ് ഫിഷൻ നടക്കുന്ന ഒരു ഡിവൈസ് ആണ്, കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്ന ഒരു ഡിവൈസ് ആണെന്ന് പറയുന്നത് നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത്. ആണവ റിയാക്ടറുകളുടെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത് എന്താണ്? കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ ആണ്. കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ ആണ് എന്തിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? ന്യൂക്ലിയർ റിയാക്ടേഴ്സിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി ന്യൂക്ലിയർ റിയാക്ടറിലേക്ക് വരുമ്പം ഈ ന്യൂക്ലിയർ റിയാക്ടർ കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ഫാദർ ഓഫ് ന്യൂക്ലിയർ റിയാക്ടർ എന്നറിയപ്പെടുന്നത് ആരാണ്? ന്യൂക്ലിയർ റിയാക്ടറിന്റെ പിതാവ്, ഫാദർ ഓഫ് ന്യൂക്ലിയർ റിയാക്ടർ പറയാൻ പറ്റുമോ? ന്യൂക്ലിയർ റിയാക്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഫാദർ ഓഫ് ന്യൂക്ലിയർ റിയാക്ടർ എന്നറിയപ്പെടുന്നത് എൻറിക്കോ ഫെർമിയാണ്. എൻറിക്കോ ഫെർമിയാണ് ഫാദർ ഓഫ് ന്യൂക്ലിയർ റിയാക്ടർ എന്ന് അറിയപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണേ. ഫാദർ ഓഫ് ന്യൂക്ലിയർ റിയാക്ടർ ആരാണ്? എൻറിക്കോ ഫെർമി. അപ്പം ന്യൂക്ലിയർ റിയാക്ടേഴ്സിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ ആണ്. എന്നാൽ അൺകൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷനിലേക്ക് വരുമ്പോൾ, അൺകൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത് ആറ്റം ബോംബുകളുടെ പ്രവർത്തന തത്വമാണ് എന്തെന്ന് പറയുന്നത്? അൺകൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആറ്റം ബോംബാണ് അൺകൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ. കൺട്രോൾഡ് ഫിഷൻ ന്യൂക്ലിയർ റിയാക്ടറിന്റെ പ്രിൻസിപ്പിളും, അൺകൺട്രോൾഡ് ഫിഷൻ എന്ന് പറയുന്നത് ആറ്റം ബോംബിന്റെ പ്രിൻസിപ്പിളുമാണ്. ആറ്റം ബോംബിന്റെ പ്രിൻസിപ്പിളാണ് അൺകൺട്രോൾഡ് ഫിഷൻ എന്ന് പറയുന്നത്. ഫാദർ ഓഫ് ആറ്റം ബോംബ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഓപ്പൺഹൈമർ ആണ്. ഫാദർ ഓഫ് ആറ്റം ബോംബ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഓപ്പൺഹൈമർ ആണ്. എന്ത്? ഫാദർ ഓഫ് ആറ്റം ബോംബ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഫാദർ ഓഫ് ന്യൂക്ലിയർ റിയാക്ടർ എൻറിക്കോ ഫെർമി ആണ്. ഫാദർ ഓഫ് ന്യൂക്ലിയർ റിയാക്ടർ എന്നറിയപ്പെടുന്ന ആരാണ്? എൻറിക്കോ ഫെർമി. ഫാദർ ഓഫ് ആറ്റം ബോംബ് റോബർട്ട് ഓപ്പൺഹൈമർ. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത് എന്താണ്? കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ ആണ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ. ആറ്റം ബോംബിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അൺകൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ ആണ് ആറ്റം ബോംബിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഹൈഡ്രജൻ ബോംബ് വാസ് ഡെവലപ്ഡ് ബൈ ഡാഷ്. അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോംബ് കണ്ടുപിടിച്ചത് ആരെന്നാണ് ചോദ്യം. ഹൈഡ്രജൻ ബോംബ് വാസ് ഡെവലപ്ഡ് ബൈ എഡ്വേർഡ് ടെല്ലർ, ബെർണർ ബോൺ ബ്രൗൺ, അതുപോലെ റോബർട്ട് ഓപ്പൺഹൈമർ, സാമുവൽ ടി കൊഹൻ. ഇതിൽ ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ്, ഫാദർ ഓഫ് ഹൈഡ്രജൻ ബോംബ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോംബ് വാസ് ഡെവലപ്ഡ് ബൈ ആരാണ്? എഡ്വേർഡ് ടെല്ലർ ആണ്. ഹൈഡ്രജൻ ബോംബ് കണ്ടുപിടിച്ചത്
ഹൈഡ്രജൻ ബോംബ് കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് എഡ്വേർഡ് ടെല്ലർ. ഹൈഡ്രജൻ ബോംബ് കണ്ടുപിടിച്ചത് എഡ്വേർഡ് ടെല്ലർ. ആറ്റം ബോംബ് കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് ഫാദർ ഓഫ് ആറ്റം ബോംബ് എന്നറിയപ്പെടുന്നത് ആരാണ്? റോബർട്ട് ഓപ്പൺ ഹെയ്മർ ആണ്. ഇതുപോലെ നോക്കിയ സാമുവൽ ടി കൊഹൻ എന്നൊരു പേര് കണ്ടോ, അല്ലെങ്കിൽ സാമുവൽ കൊഹൻ എന്ന് കണ്ടോ? ന്യൂട്രോൺ ബോംബ് കണ്ടുപിടിച്ച ആളാണ് പറയുന്നത് സാമുവൽ കൊഹൻ എന്ന് പറയുന്നത്. ന്യൂട്രോൺ ബോംബ് കണ്ടുപിടിച്ച ആരാണ്? സാമുവൽ കൊഹൻ. ഓക്കെ, അപ്പൊ അതിലേക്ക് വരുമ്പോൾ 2-3 കാര്യങ്ങളോട് ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ച ആരാണ്? ഹൈഡ്രജൻ എന്ന എലമെന്റ് കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ച ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ഇനി ആറ്റത്തിലേക്ക് വരുമ്പോൾ ഹൈഡ്രജനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, മറ്റ് എലമെന്റ്സിലേക്ക് വരുമ്പോൾ ഓക്സിജൻ കണ്ടുപിടിച്ചതെന്ന് പറയുന്ന ആരാണ്? ജോസഫ് പ്രീസ്റ്റ്ലി ആണ്. എന്ത് കണ്ടുപിടിച്ചത്? ഓക്സിജൻ കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ നൈട്രജൻ കണ്ടുപിടിച്ച ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈട്രജൻ എന്ന എലമെന്റ് കണ്ടുപിടിച്ചത് ഡാനിയൽ റുദർഫോർഡ് ആണ്. എന്ത് കണ്ടുപിടിച്ചത്? നൈട്രജൻ കണ്ടെത്തിയത് ഡാനിയൽ റുദർഫോർഡ് ആണ്. അപ്പോൾ ഈ എലമെന്റ്സിന്റെ കേസൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോണം. ഹൈഡ്രജൻ ഹെൻറി കാവൻഡിഷ് ആണ്, ഓക്സിജൻ പ്രീസ്ലി ആണ്, നൈട്രജൻ കണ്ടുപിടിച്ചത് ഡാനിയൽ റുദർഫോർഡ് ആണ്. ഇനി ആറ്റത്തിലേക്ക് വരുമ്പോഴത്തേക്ക് സബാറ്റമിക് പാർട്ടിക്കിൾസിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ആറ്റം കണ്ടുപിടിച്ചതും അറ്റോമിക് തിയറി അവതരിപ്പിച്ചതും മോഡേൺ അറ്റോമിക് തിയറി അവതരിപ്പിച്ചതും ആറ്റം കണ്ടുപിടിച്ചതും ഒരാൾ തന്നെയാണ്. ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം കണ്ടെത്തിയതും മോഡേൺ അറ്റോമിക് തിയറി അവതരിപ്പിച്ചതും ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറയുന്ന ആരാണ്? ഓസ്റ്റ്വാൾഡ് ആണ് കേട്ടോ. ആറ്റം എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ഓസ്റ്റ്വാൾഡ് ആണ് ആറ്റം എന്ന പദം ആദ്യമായിട്ട് അവതരിപ്പിച്ച, അല്ലെങ്കിൽ ആറ്റം എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി ആറ്റത്തിന്റെ കോൺസ്റ്റിറ്റ്യൂൻസിലേക്ക് വരുമ്പോഴത്തേക്ക് ആറ്റത്തിന്റെ സെന്ററിനെ, അല്ലെങ്കിൽ ആറ്റത്തിന്റെ കോറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ആറ്റത്തിന്റെ കോർ അറിയപ്പെടുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയസ് എന്ന് പറയും. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. കണ്ടുപിടിച്ചതെന്ന് പറയുന്ന ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ് ആണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ ഫാദർ ഓഫ് ന്യൂക്ലിയർ സയൻസ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ഫാദർ ഓഫ് ന്യൂക്ലിയർ സയൻസ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ഏണസ്റ്റ് റുദർഫോർഡ് തന്നെയാണ്. ഫാദർ ഓഫ് ന്യൂക്ലിയർ സയൻസ് എന്നറിയപ്പെടുന്നതും ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ന്യൂക്ലിയസിൽ കാണപ്പെടുന്നത് 2 സബാറ്റമിക് പാർട്ടിക്കിൾസ് ആണ് പ്രധാനമായിട്ടും ന്യൂക്ലിയസിൽ കാണപ്പെടുന്നത്. ആരൊക്കെയാണ്? പ്രോട്ടോണുമുണ്ട്, ന്യൂട്രോണുമുണ്ട്. ന്യൂക്ലിയസിൽ ആരൊക്കെയാണുള്ളത്? പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. ആ പ്രോട്ടോൺ കണ്ടുപിടിച്ചതും ആര് തന്നെയാണ്? പ്രോട്ടോണിന് പേരിട്ടതും ഒക്കെ ആര് തന്നെയാണ്? നമ്മുടെ റുദർഫോർഡ് തന്നെയാണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് ജെയിംസ് ചാഡ്വിക് ആണ്. ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. പിന്നെ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുന്ന കണമാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. മൂവിംഗ് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്ന ആരാണ്? ഇലക്ട്രോൺസ് ആണ് മൂവിംഗ് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്നത്. ഇലക്ട്രോണുകളെ കുറിച്ച് പറയുമ്പോൾ ഇലക്ട്രോൺ കണ്ടുപിടിച്ചതെന്ന് പറയുന്ന ആരാണ്? ജെ തോംസൺ ആണ്. എന്ത് കണ്ടുപിടിച്ചത്? ഇലക്ട്രോൺ കണ്ടുപിടിച്ചതെന്ന് പറയുന്നത്. മൂവിംഗ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ലൈറ്റസ്റ്റ് സബാറ്റമിക് പാർട്ടിക്കിൾ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ഇലക്ട്രോൺ ആണ്. അതുപോലെ തന്നെ ഹെവിയസ്റ്റ് സബാറ്റമിക് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്ന ആരാണ്? ന്യൂട്രോൺ ആണ്. ഹെവിയസ്റ്റ് സബാറ്റമിക് പാർട്ടിക്കിൾ ആണ് ആരെന്ന് പറയുന്നത്? ന്യൂട്രോൺസ്. മാസ് ഏറ്റവും കൂടിയ സബാറ്റമിക് പാർട്ടിക്കിൾ എന്ന് പറയുന്ന ആരാണ്? ന്യൂട്രോൺസ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു ആറ്റം, ന്യൂട്രോൺ എന്ന 2 ടേം അവിടെ വന്നുകൊണ്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. അടുത്തതിലേക്ക് കടക്കുകയാണ്. ഒരു പ്രോബ്ലമാണ്. എ സ്നോ ബോർഡ് pulled up by a two-rope system travels at the rate of 5 meters per second up a mountain. If 3000 watt of power is used,
വാട്ട് ഫോഴ്സ് വാസ് അപ്ലൈഡ് ടു ഇറ്റ്. ഇവിടെ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫോഴ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ വെലോസിറ്റി തന്നിട്ടുണ്ട്, വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് തന്നിട്ടുണ്ട്. v ഈക്വൽ ടു എന്ന് പറയാൻ സാധിക്കും നമുക്ക്. v ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇഫ് 3000 വാട്ട് പവർ ഈസ് യൂസ്ഡ്. അപ്പോൾ അവിടെ ഉപയോഗിച്ച പവർ എത്രയാണെന്ന് നമുക്കറിയാം. പവർ എന്ന് പറയുന്നത് എത്രയാണ്? 3000 വാട്ടാണ് അവിടുത്തെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ പവറിനുള്ള എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. പവർ ഈക്വൽ ടു വർക്ക് ഡിവൈഡഡ് ബൈ എന്താണ് വരുന്നത്? ടൈമാണ്. വർക്ക് ബൈ ടൈമാണ്. വർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം. വർക്ക് എന്ന് പറയുന്നത് വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അതിനൊന്ന് റീറൈറ്റ് ചെയ്യുമ്പം വർക്കിന് പകരം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ എന്തെടുക്കാം? ടൈം എന്നെടുക്കാം. അപ്പോൾ തന്നെ ഇവിടെ ഈ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറയുന്ന ആൾ എന്തായിട്ട് മാറുന്നു? വെലോസിറ്റി ആയിട്ട് മാറുന്നു. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയാം. അപ്പോൾ നമ്മൾ പവറിനെ നിലവിൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു. പവർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ആണ്. പവർ ഇസ് ഈക്വൽ ടു എന്താണ് വരുന്നത്? ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ആണ് പവർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അവിടെ നിന്ന് നോക്കിയേ, നമുക്ക് തന്നിരിക്കുന്ന അനുസരിച്ച് പവർ ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ റീറൈറ്റ് ചെയ്യുമ്പോൾ ഫോഴ്സ് ഈക്വൽ ടു പവർ ഡിവൈഡഡ് ബൈ വെലോസിറ്റി. പവർ ഡിവൈഡഡ് ബൈ എന്താണ്? വെലോസിറ്റി ആണ്. അപ്പോൾ പവർ എന്നുള്ളത് നമുക്ക് 3000 എന്ന് കൊടുക്കാൻ സാധിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 3000 വാട്ട് ഡിവൈഡഡ് ബൈ വെലോസിറ്റി എന്ന് പറയുന്ന 5 ആണ്. 5ഉം 30യും കൂടെ ക്യാൻസൽ ആകുമ്പോൾ ഒരു 6 വന്നു. 2 0 കൂടെ അതിൻ്റെ കൂടെ കൊടുക്കണം. അപ്പോൾ 600 എന്ന് കിട്ടുന്നു. 600 ന്യൂട്ടൺ ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നതാണ്, കപ്പാസിറ്റർ ഈസ് എ ഡാഷ് സ്റ്റോറിംഗ് ഡിവൈസ്. കപ്പാസിറ്റർ ഈസ് എ ഡാഷ് സ്റ്റോറിംഗ് ഡിവൈസ്. അപ്പോൾ കപ്പാസിറ്ററിന്റെ ഉപയോഗം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കപ്പാസിറ്റർ എന്ത് സ്റ്റോർ ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് എന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന ഓപ്ഷൻ നിങ്ങൾ നോക്കിയേ. ചാർജ്, ഇലക്ട്രിക് കറണ്ട്, പൊട്ടൻഷ്യൽ, നൺ ഓഫ് ദീസ്. അപ്പം ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് ഡിവൈസുകളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. അങ്ങനെ അതിലുള്ള ഒരു ഡിവൈസ് ആണ് എന്ന് പറയുന്നത് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഒരു ചാർജ് സ്റ്റോറിംഗ് ഡിവൈസ് ആണ്. ഇലക്ട്രിക് ചാർജിനെ സ്റ്റോർ ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ആരെന്ന് പറയുന്നത്? കപ്പാസിറ്റർ എന്ന് പറയുന്നത്. കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഇനി കപ്പാസിറ്ററിന് അല്ലെങ്കിൽ ഒരു ചാർജിനെ സ്റ്റോർ ചെയ്യുവാനുള്ള ആ ഒരു കപ്പാസിറ്ററിന്റെ ആ ഒരു എബിലിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റൻസ് എന്ന് പറയും. കപ്പാസിറ്റൻസ്. അതിന്റെ യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്? ഫാരഡ് ആണ് യൂണിറ്റ് എന്ന് പറയുന്നത്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഫാരഡ് ആണ് കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഇനി ഇലക്ട്രിക് കറണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് കറണ്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കറണ്ടുമായി ബന്ധപ്പെട്ട 2 ഡിവൈസുകൾ അറിഞ്ഞിരിക്കണം. അമീറ്ററും അതുപോലെ തന്നെ ഗാൽവനോമീറ്ററും അറിഞ്ഞിരിക്കുക. ഗാൽവനോമീറ്റർ കറണ്ടിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതും അമീറ്റർ കറണ്ടിനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസുമാണ് അമീറ്റർ, ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത്.
അമീറ്ററും ഗാൽവനോമീറ്ററും നമ്മൾ കണക്ട് ചെയ്യുന്നത് എപ്പോഴും ഒരു സർക്യൂട്ടിന് സീരീസിലായിരിക്കും കണക്ട് ചെയ്യുന്നത്. അമീറ്ററും ഗാൽവനോമീറ്ററും കണക്ട് ചെയ്യുന്ന എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരു സർക്യൂട്ടിന് സീരീസിലായിരിക്കും ഇവരെ കണക്ട് ചെയ്യുന്നത്. എന്നാൽ വോൾട്ട് മീറ്ററിലേക്ക് വരുമ്പോഴത്തേക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ആയിരുന്നു പറയുന്നത് വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത്. വോൾട്ട് മീറ്ററിനെ കണക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് പാരലൽ ആയിട്ടാണ്. സർക്യൂട്ടിന്റെ പാരലൽ ആയിട്ടാണ് ആരെ കണക്ട് ചെയ്യുന്നത്? വോൾട്ട് മീറ്റേഴ്സ് കണക്ട് ചെയ്യുന്നത് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഈസ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ ഈസ് ഡിഫൈൻഡ് ആസ് ഡാഷ്. അബ്സല്യൂട്ട് സീറോയുടെ ഡെഫിനിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ ഈസ് ഡിഫൈൻഡ് ആസ് ഡാഷ്. നോക്കിക്കേ, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഓൾ മോളിക്കുലാർ മോഷൻസ് സീസസ്. അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ അറ്റ് വിച്ച് ദ വാട്ടർ ബോയിൽസ് അറ്റ് 298 കെൽവിൻ. ഓക്കെ, അപ്പം അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കെൽവിൻ സ്കെയിലിലെ സീറോ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. സീറോ കെൽവിൻ ആണ് ആരെന്ന് പറയുന്നത്? അബ്സല്യൂട്ട് സീറോ എന്നറിയപ്പെടുന്നത്. സീറോ കെൽവിൻ ആണ് എന്ത്? അബ്സല്യൂട്ട് സീറോ എന്നറിയപ്പെടുന്നത്. അപ്പോൾ കെൽവിൻ സ്കെയിലിലെ സീറോ വാല്യൂ ആണ് അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പദാർത്ഥത്തിലെ കണികകളുടെ എല്ലാവിധ ചലനങ്ങളും പൂർണ്ണമായും ഇല്ലാണ്ടാകുന്ന താപനില അറിയപ്പെടുന്ന പേരാണെന്ത്? അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിലെ കണികകളുടെ എല്ലാവിധ ചലനങ്ങളും പൂർണ്ണമായും ഇല്ലാണ്ടാകുന്ന താപനിലയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ ഈസ് ഡിഫൈൻഡ് ആസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഓൾ മോളിക്കുലാർ മോഷൻസ് സീസസ്. ആൻസർ എന്ന് പറയുന്നതാണ് ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് ഇവിടെ പഠിച്ചു വെക്കണം. -273.15 ഡിഗ്രി സെൽഷ്യസ്, 15 ഡിഗ്രി സെൽഷ്യസ്. ചിലപ്പോൾ -273 എന്നൊക്കെ ഒരു ഓപ്ഷൻ തരത്തുള്ളൂ. എങ്ങനെയാണെങ്കിലും അത് പഠിച്ചു വെക്കുക, ചോദിക്കുന്നതാണ്. അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് 0 കെൽവിൻ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു -273 പോയിന്റ് എത്രയാണ്? 15 ഡിഗ്രി സെൽഷ്യസ് ആണ് ആരെന്ന് പറയുന്നത്? അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അബ്സല്യൂട്ട് സീറോയുടെ സെൽഷ്യസ് ഇക്വലന്റ് വാല്യൂ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. അടുത്ത ചോദ്യം ഇതാണ്. ദ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ ഈസ് 0 കെൽവിൻ ഇൻ ഡിഗ്രി സെൽഷ്യസ് യൂണിറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ? ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യമാണ്. അബ്സല്യൂട്ട് സീറോ അല്ലെങ്കിൽ 0 കെൽവിന് ഇക്വലന്റ് ആയിട്ടുള്ള സെൽഷ്യസ് വാല്യൂ എത്രയെന്നാണ് ഇപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? 0 കെൽവിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസിന് ഈക്വൽ ആണ്? -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ് ആരെന്ന് പറയുന്നത്? അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ആയിട്ട് എന്ത് പറയാൻ സാധിക്കും? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ 3 ടെമ്പറേച്ചർ സ്കെയിലുകൾ തമ്മിലുള്ള റിലേഷൻ നേരത്തെ പഠിച്ചു ഓർക്കുന്നുണ്ടോ നിങ്ങൾ? C/5 ഈക്വൽ ടു F-32 ഡിവൈഡഡ് ബൈ 9 ഈക്വൽ ടു K-273 ഡിവൈഡഡ് ബൈ 5. ഈ ഒരു റിലേഷൻ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കിയേ, ഒരു സെൽഷ്യസ് ടെമ്പറേച്ചറിനെ കെൽവിൻ സ്കെയിലിലോട്ട് മാറ്റുവാനായിട്ട് എന്ത് ചെയ്യണം? ഒരു സെൽഷ്യസ് ടെമ്പറേച്ചറിനെ കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റുവാനായിട്ട് എന്ത് ചെയ്യണം? അതുപോലെ തന്നെ ഒരു കെൽവിൻ ടെമ്പറേച്ചർ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സെൽഷ്യസ് ആക്കുവാൻ എന്ത് ചെയ്യണം? അപ്പോൾ സെൽഷ്യസും കെൽവിനും തമ്മിലുള്ള റിലേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും. C divided by 5 is equal to Kelvin minus 273 divided by എന്താണ് 5. അപ്പോൾ ഡിനോമിനേറ്റർ 5 അങ്ങ് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ പറയാൻ സാധിക്കും സെൽഷ്യസ് ഈക്വൽ ടു കെൽവിൻ മൈനസ് 273 എന്ന് പറയാം. അതായത് ഒരു കെൽവിൻ ടെമ്പറേച്ചർ തന്നു കഴിഞ്ഞാൽ കെൽവിൻ ടെമ്പറേച്ചറിന് അല്ലെങ്കിൽ കെൽവിൻ വാല്യൂവിനെ സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ
കെൽവിനെ സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? -273. കെൽവിനെ സെൽഷ്യസിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? -273. എന്നാൽ നേരെ തിരിച്ച് സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റുവാനാണെങ്കിൽ, അപ്പോൾ നമുക്ക് ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പം കെൽവിൻ ഈക്വൽ ടു സെൽഷ്യസ് പ്ലസ് 273 എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റണമെങ്കിൽ +273 ആണ് വരുന്നത്. സെൽഷ്യസിനെ കെൽവിൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? +273യും കെൽവിനെ സെൽഷ്യസ് വാല്യൂ ആയിട്ട് മാറ്റണമെങ്കിൽ -273 ആണ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. എ പ്രൊജക്ടൈൽ ഹാസ് മാക്സിമം റേഞ്ച് ഇഫ് ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഈസ് ഡാഷ്. എ പ്രൊജക്ടൈൽ ഹാസ് മാക്സിമം റേഞ്ച് ഇഫ് ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഈസ് ഡാഷ്. ഒരു പ്രൊജക്ടൈലിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി വിക്ഷേപിക്കുന്ന ഒരു വസ്തു ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ ആ ഒരു ഒബ്ജക്റ്റിന് നടക്കുന്ന മോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയും. അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി വിക്ഷേപിച്ചിരിക്കുന്ന ഒരു വസ്തു ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ ചലിക്കുന്നതിന് പറയുന്ന പേരാണ് എന്ത്? പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. ഒരു പ്രൊജക്ടൈലിനെ കുറിച്ച് പറയുമ്പം ഒരു പ്രൊജക്ടൈലിന്റെ പാത്തിനെ വിളിക്കുന്ന പേര്, ഒരു പ്രൊജക്ടൈലിന്റെ സഞ്ചാരപാത അല്ലെങ്കിൽ ഒരു പ്രൊജക്ടൈലിന്റെ പാത്തിനെ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് ട്രാജക്ടറി എന്ന് പറയും. പാത്ത് ഓഫ് ദ പ്രൊജക്ടൈൽ ഈസ് നോൺ ആസ് എന്താണ്? ട്രാജക്ടറി ആണ്. ഈ പാത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്, പ്രൊജക്ടൈലിന്റെ പാത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? പരാബോളയാണ് അല്ലെങ്കിൽ പരാബോളിക് ആണ്. പരാബോളിക് ഷേപ്പാണ് എന്തിന്റെ പാത്ത് എന്ന് പറയുന്നത്? പ്രൊജക്ടൈലിന്റെ പാത്ത് എന്ന് പറയുന്നത് പരാബോളിക് ആണ്. പ്രൊജക്ടൈലിന്റെ പാത്ത് എന്ന് പറയുന്നത്, അപ്പോൾ അത് ഓർത്തിരിക്കണം. ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. പാത്ത് ഓഫ് ദ പ്രൊജക്ടൈൽ ഈസ് കോൾഡ് എന്താണ്? ട്രാജക്ടറി. ആൻഡ് ഷേപ്പ് ഓഫ് ദ ട്രാജക്ടറി അല്ലെങ്കിൽ ഷേപ്പ് ഓഫ് ദ പാത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാത്ത് ഓഫ് ദ പ്രൊജക്ടൈൽ എന്ന് ചോദിച്ചാൽ എന്താണ്? പരാബോളിക് ഷേപ്പ് ആണ്. ഇനി ഒരു പ്രൊജക്ടൈൽ കവർ ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഒരു പ്രൊജക്ടൈൽ സഞ്ചരിക്കുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയും. ഒരു പ്രൊജക്ടൈൽ സഞ്ചരിക്കുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് എന്ത്? റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ച്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ പ്രൊജക്ടൈൽ ഈസ് കോൾഡ് എന്താണ്? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. horizontal distance covered by a projectile is called എന്ന് പറയാം, റേഞ്ച് എന്ന് പറയാൻ സാധിക്കും. അതുപോലെ ഒരു പ്രൊജക്ടൈൽ കവർ ചെയ്യുന്ന വെർട്ടിക്കൽ ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് ഹൈറ്റ് എന്ന് പറയും. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അറിയപ്പെടുന്ന പേരാണെന്ത്? വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അറിയപ്പെടുന്ന പേരാണ് ഹൈറ്റ് എന്ന് പറയും. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടേംസ് ആണ്. ഒരു പ്രൊജക്ടൈലിന്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഒരു പ്രൊജക്ടൈലിനെ സംബന്ധിച്ച് അതിന്റെ ഈ ഹൈറ്റും റേഞ്ചും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫിക്സ് ചെയ്യുന്ന പറയുന്നത് ആംഗിൾ ഓഫ് പ്രൊജക്ഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ആംഗിൾ ഓഫ് പ്രൊജക്ഷനെ ബേസ് ചെയ്താണ് നമ്മുടെ വെർട്ടിക്കൽ ഡിസ്റ്റൻസും അഥവാ റേഞ്ച് എന്ന് പറയുന്നത്. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അഥവാ റേഞ്ചും അതിന്റെ ഹൈറ്റും നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ ഹൈറ്റ് മാക്സിമം കിട്ടണമെങ്കിൽ എച്ച് അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് മാക്സിമം ആകാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആണ് തീറ്റ എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കണം. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെങ്കിൽ മാക്സിമം ഹൈറ്റ്. ഇനി റേഞ്ച് മാക്സിമം ആകണമെങ്കിൽ, ഒരു പ്രൊജക്ടൈലിന്റെ റേഞ്ച് മാക്സിമം കിട്ടണമെങ്കിലുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് അതിന്റെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 45 ഡിഗ്രി. തീറ്റ എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 45 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ 90 ഡിഗ്രിയിൽ വിക്ഷേപിച്ചാൽ, അതായത് നേരെ മുകളിലേക്ക് വിക്ഷേപിച്ച് കഴിഞ്ഞാൽ അത് മാക്സിമം ഹൈറ്റ് റീച്ച് ചെയ്യുകയും 45 ഡിഗ്രിയിൽ നമ്മൾ ചരിച്ച് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 45 ആയിട്ട് ഫിക്സ് ചെയ്തുകൊണ്ട് 45 ഡിഗ്രിയിൽ ചരിച്ച് വിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊജക്ടൈൽ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ മാക്സിമം റേഞ്ച് കവർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ്, കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്.
അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ആൻസർ എ പ്രൊജക്ടൈൽ ഹാസ് മാക്സിമം റേഞ്ച്, അതാണ് നമ്മുടെ ചോദ്യം. എ പ്രൊജക്ടൈൽ ഹാസ് മാക്സിമം റേഞ്ച് ഇഫ് ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഈസ് എത്രയാണ്? 45 ഡിഗ്രി ആണ്. ഇഫ് ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഈസ് എന്ത് പറയാം? 45 ഡിഗ്രി എന്ന് പറയാൻ സാധിക്കും. മാക്സിമം റേഞ്ചിനുള്ള കണ്ടീഷനാണ് 45 ഡിഗ്രി, മാക്സിമം ഹൈറ്റിനുള്ള കണ്ടീഷനാണ് 90 ഡിഗ്രി എന്ന് പറയുന്നത്. മാക്സിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ എത്രയായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാണ്. എ ഹണ്ടർ വാണ്ടിങ് ടു ഷൂട്ട് എ മങ്കി ഓൺ എ ട്രീ ഷുഡ് എയിം ഡാഷ്. അപ്പോൾ ഈ ഒരു ഗണ്ണ് അല്ലെങ്കിൽ ഒരു ബുള്ളറ്റ് ഫയർ ചെയ്യുമ്പോൾ ആ ഒരു ബുള്ളറ്റിന്റെ മോഷൻ എന്ന് പറയുന്നത്, ഫയർ ചെയ്യുമ്പോൾ ഒരു ബുള്ളറ്റിന്റെ മോഷൻ എന്ന് പറയുന്നത് ഒരു പ്രൊജക്ടൈൽ മോഷനാണ്. ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിലാണ് ആ ബുള്ളറ്റ് മൂവ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗണ്ണിൽ നിന്നൊരു ബുള്ളറ്റ് ഫയർ ചെയ്യുകയാണ്. ഗണ്ണിൽ നിന്നൊരു ബുള്ളറ്റ് ഫയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ ബുള്ളറ്റിന്റെ ചലനം എന്ന് പറയുന്നത്, ഈ ബുള്ളറ്റിന്റെ മോഷൻ എന്ന് പറയുന്നത് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിലാണ് നടക്കുന്നത് പറഞ്ഞു, ശരിയല്ലേ? ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിലാണ് ആ ബുള്ളറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പം ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് തന്നെ അത് നേരെ പോകത്തില്ല, അതൊരു കർവ്ഡ് പാത്തിലായിരിക്കും ആ ബുള്ളറ്റ് മൂവ് ചെയ്യുന്നത് പറയുന്നത്. ശരിയാണോ? ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു കർവ്ഡ് പാത്തിലായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ ടാർജറ്റ് ഇവിടെയാണെങ്കിൽ, ഇവിടെ ആണ് നമ്മുടെ ടാർജറ്റ് ഇരിക്കുന്നതെങ്കിൽ കറക്റ്റ് ആ ടാർജറ്റിൽ എയിം ചെയ്ത് കഴിഞ്ഞാൽ, ദൂരം കൂടിയ ഒരു ഡിസ്റ്റൻസിലുള്ള ഒരു ടാർജറ്റ് നമ്മൾ എയിം ചെയ്യുമ്പോൾ കറക്റ്റ് ടാർജറ്റിൽ എയിം ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല, ആ ഒരു ടാർജറ്റിലേക്ക് അത് വരാൻ സാധ്യതയില്ല. അപ്പോൾ ഒരു ടാർജറ്റ് നമ്മൾ ഫോക്കസ് ചെയ്യണം, അല്പം മുകളിൽ വേണം എയിം ചെയ്യാനായിട്ട്. അല്പം മുകളിൽ നമ്മൾ എയിം ചെയ്താൽ മാത്രമേ ഉള്ളൂ ഗ്രാവിറ്റിയുടെ ഒരു ഇൻഫ്ലുവൻസ് കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ടാർജറ്റിൽ ഹിറ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ചോദ്യം എങ്ങനെയാണ്? എ ഹണ്ടർ വാണ്ട് ടു ഷൂട്ട് എ മങ്കി ഓൺ എ ട്രീ ഷുഡ് എയിം സ്ലൈറ്റ്ലി അബവ് ദ ടാർജറ്റ്, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി അബവ് ദ മങ്കി എന്ന് പറയാം. അപ്പോൾ മങ്കിക്ക് ഒരല്പം മുകളിൽ എയിം ചെയ്താലാണ് നമുക്ക് ആ മങ്കിയിലേക്ക് ബുള്ളറ്റ് വരുന്ന രീതിയിൽ നമുക്ക് അതിനെ ഗണ്ണിനെ ബാലൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ പറയാൻ സാധിക്കും, എ ഹണ്ടർ വാണ്ട്സ് ടു ഷൂട്ട് എ മങ്കി ഓൺ എ ട്രീ ഷുഡ് എയിം സ്ലൈറ്റ്ലി അബവ് മങ്കി. സ്ലൈറ്റ്ലി അബവ് എന്താണ്? മങ്കിയാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. The path of a projectile projected at angle 20 degree is dash. Straight line, parabolic, circular, elliptical. അപ്പോൾ നോക്കിക്കേ, അവിടെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 20 ഡിഗ്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 20 ഡിഗ്രി എന്ന് പറയുമ്പോഴും എന്താണ്? 20 ഡിഗ്രിയിൽ വന്നാൽ പോലും എന്ത് തന്നെ പറയാൻ സാധിക്കും നമുക്ക്? അപ്രോക്സിമേറ്റ്ലി തീറ്റ ഈസ് ഈക്വൽ ടു 20 ഡിഗ്രി എന്നെടുക്കുകയാണ്. അപ്പം എന്ത് തന്നെ പറയാം? ഇറ്റ് ഈസ് പരാബോളിക് ആണ്. ആൻസർ എന്ന് പറയുന്നത് എന്ത് പറയാം? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. പരാബോളിക് ആണ്. ദ പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ പ്രൊജക്റ്റഡ് അറ്റ് ആൻ ആംഗിൾ 20 ഡിഗ്രി ഈസ് പരാബോളിക്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. The rate of change of momentum of a body is directly proportional to dash. The force acting on the object, the inertia of the body, the mass of the body, none of this. Rate of change of momentum. Rate of change of momentum അഥവാ dp by dt is proportional to external force അല്ലെങ്കിൽ F ആണ് വരുന്നത്. അപ്പോൾ പറയാൻ സാധിക്കും, the rate of change of momentum is directly proportional to the force acting on the object. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ് ഈ പറയുന്നത്. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമമാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. the rate of change of momentum is directly proportional to the force അല്ലെങ്കിൽ the external force acting on the object ആണ്. അപ്പോൾ ആൻസർ ആയിട്ട് എന്ത് പറയാം? ഓപ്ഷൻ എ പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ എഫ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്നുള്ള രീതിയിൽ നമുക്ക് ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ ഡെറൈവ് ചെയ്യാൻ സാധിക്കും. എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്ന് പറയാം. മൊമെൻറ്റം എന്ന് പറയുന്നത് പി ഇസ് ഈക്വൽ ടു എന്താ വരുന്നത്? എം വി ആണ്. പി ഇസ് ഈക്വൽ ടു എം വി ആണ്. ആ ഒരു കണ്ടീഷൻ കൊടുക്കുമ്പോഴത്തേക്ക് എം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് എം ഇൻറ്റു ഡി പി ബൈ ഡി ടിക്ക് പകരം ഡി വി ബൈ ഡി ടി എന്ന് എടുക്കാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു എന്ന് പറയാൻ സാധിക്കും, എഫ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് ആക്സലറേഷൻ ആണ്. എഫ് ഇസ് ഈക്വൽ ടു എന്ത് പറയാം? എം എ എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോയിൽ നിന്നാണ് നമുക്ക് എന്തിനുള്ള എക്സ്പ്രഷൻ കിട്ടുന്നത്? ഫോഴ്സിനുള്ള മാത്തമാറ്റിക്കൽ ഡെഫിനേഷൻ അല്ലെങ്കിൽ ഫോഴ്സിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കിട്ടുന്ന ഇവിടുന്നാണ് സെക്കൻഡ് ലോ ഓഫ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ നമുക്ക് ലഭിക്കുന്നത് പറയുന്നത്. ഓക്കെ,
അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കുകയാണ്. ദ ലോ ഓഫ് ഇനേർഷ്യ ഫോളോസ് ഫ്രം ഡാഷ്. The law of inertia follows from dash. Newton's first law of motion, Newton's second law of motion, Newton's third law of motion. അപ്പോൾ ന്യൂട്ടൺസ് ലോ നമ്മൾ പഠിക്കുമ്പോൾ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ അവതരിപ്പിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇനേർഷ്യ ആണ്. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ അവതരിപ്പിക്കുന്ന കൺസെപ്റ്റ് ആണ് എന്ന് പറയുന്നത് ഇനേർഷ്യ എന്ന് പറയുന്നത്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അവതരിപ്പിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ആണ്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോയിൽ നമുക്ക് കിട്ടുന്ന ആശയം എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. തേർഡ് ലോയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൺസെപ്റ്റ് ആണ് എന്ന് പറയുന്നത് ആക്ഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. തേർഡ് ലോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കിട്ടുന്ന തേർഡ് ലോ അവതരിപ്പിക്കുന്ന കൺസെപ്റ്റ് എന്താണ്? ആക്ഷൻ റിയാക്ഷൻ ആണ്. ആക്ഷൻ റിയാക്ഷൻ. അപ്പൊ നിങ്ങൾ നോക്കിയേ, ലോ ഓഫ് ഇനേർഷ്യ ഫോളോസ്. ലോ ഓഫ് ഇനേർഷ്യ ഫോളോസ് എന്ത് പറയാം? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ലോ ഓഫ് ഇനേർഷ്യ ഫോളോസ് എന്താണ്? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് ലോ അവതരിപ്പിക്കുന്ന കൺസെപ്റ്റ് ആണ് ഇനേർഷ്യ. സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. തേർഡ് ലോ എന്ന് പറയുന്നത് ആക്ഷൻ റിയാക്ഷൻ ആണ്. ആക്ഷൻ റിയാക്ഷൻ. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. The principle of rocket propulsion follows from the dash. The principle of rocket propulsion follows. Rocket propulsion follows conservation of kinetic energy, conservation of linear momentum, the law of inertia, none of these. അപ്പം പ്രിൻസിപ്പിൾ ഓഫ് റോക്കറ്റ് പ്രൊപ്പൽഷൻ എന്ന് പറയുന്നതും റീകോയിൽ ഓഫ് ഗൺ എന്ന് പറയുന്നതും ഒക്കെ എന്ത് പറയാം? നമുക്ക് ന്യൂട്ടൺസ് തേർഡ് ലോയും അതുപോലെ തന്നെ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റവുമാണ്. ലീനിയർ മൊമെന്റം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് ആൻസർ ആയിട്ട് ദ പ്രിൻസിപ്പിൾ ഓഫ് റോക്കറ്റ് പ്രൊപ്പൽഷൻ ഫോളോസ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. കൺസർവേഷൻ ഓഫ് എന്താണ്? ലീനിയർ മൊമെന്റം. ദ പ്രിൻസിപ്പിൾ ഓഫ് റോക്കറ്റ് പ്രൊപ്പൽഷൻ ഫോളോസ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. പിന്നെ റോക്കറ്റ് പ്രൊപ്പൽഷനെ കുറിച്ച് പറയുമ്പോൾ റോക്കറ്റിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ലിക്വിഡ് നൈട്രജൻ ആണ് റോക്കറ്റുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫ്യൂവൽ എന്ന് പറയുന്നത്. അതുപോലെ പറയുകയാണെങ്കിൽ ക്രയോജനിക് എൻജിൻസ്, റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന എൻജിൻസ് അറിയപ്പെടുന്ന പേരാണ് ക്രയോജനിക് എൻജിനുകൾ എന്ന് പറയും. ക്രയോജനിക് എൻജിനുകൾ എന്ന് അറിയപ്പെടാൻ കാരണം ഇത്രയേ ഉള്ളൂ. അവിടെ ഫ്യൂവലിനെ വളരെ താഴ്ന്ന ടെമ്പറേച്ചറിൽ, വളരെ ലോ ടെമ്പറേച്ചറിലാണ് ഫ്യൂവലിനെ കീപ്പ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് എന്ത്? ക്രയോജനിക് എൻജിൻ എന്നറിയപ്പെടുന്നത്. ക്രയോജനിക് എൻജിൻ, ക്രയോജനിക് എന്ന വാക്കിൽ നിന്ന് ക്രയോജനിക്സ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് വെരി ലോ ടെമ്പറേച്ചർ ആണ്. സ്റ്റഡി ഓഫ് വെരി ലോ ടെമ്പറേച്ചർ ഈസ് കോൾഡ് എന്താണ്? ക്രയോജനിക്സ് ആണ്. അറിയാൻ വയ്യാത്തുണ്ടെങ്കിൽ നോട്ട് ചെയ്തോണം കേട്ടോ. ക്രയോജനിക്സ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റഡി ഓഫ് വെരി ലോ ടെമ്പറേച്ചർ ഈസ് കോൾഡ് ക്രയോജനിക്സ് ആണ്. അതുപോലെ തന്നെ പൈറോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് വെരി ഹൈ ടെമ്പറേച്ചർ ആണ്. സ്റ്റഡി ഓഫ് വെരി ഹൈ ടെമ്പറേച്ചർ, വളരെ ഉയർന്ന താപനിലയെക്കുറിച്ചുള്ള പഠനമാണ് എന്ത്? പൈറോളജി എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് വെരി ഹൈ ടെമ്പറേച്ചർ ഈസ് കോൾഡ് എന്താണ്? പൈറോളജിയാണ്. പിന്നെ വർക്ക് എനർജി, ഇവിടെ കൈനറ്റിക് എനർജിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത് വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക്. ഇതാണ് വർക്ക് എനർജി തിയറം എന്നൊക്കെ അറിയപ്പെടുന്നത്. വർക്ക് ഡൺ is equal to change in kinetic energy. Final kinetic energy minus എന്ത് പറയാം? initial kinetic energy എന്ന് പറയാം. അടുത്തത് റോളിംഗ് ഫ്രിക്ഷൻ. ഫ്രിക്ഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് ആണ്. മോഷനെ ഒപ്പോസ് ചെയ്യുന്ന, ചലനത്തെ എതിർക്കുന്ന ഒരു ബലമാണ് ആരെന്ന് പറയുന്നത്? ഹർഷണം അഥവാ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഫ്രിക്ഷനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് മോഷനിലിരിക്കുന്ന, ചലനത്തിലിരിക്കുന്ന രണ്ട് പ്രതലങ്ങൾക്കിടയിൽ, ഇപ്പോൾ ഒരു സർഫസ് നമുക്കുണ്ട്. ആ സർഫസിൽ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്. ഈ ഒബ്ജക്റ്റിലേക്ക് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റിന് ഈ ഒരു ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നു. എന്നാൽ ആ ഒബ്ജക്റ്റിന് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റിന് എതിരായിട്ട് ആ ഒബ്ജക്റ്റിന്റെ ചലനത്തെ, മോഷനെ എതിർക്കുന്ന രീതിയിൽ ആ രണ്ട് പ്രതലങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിനും ആ പ്രതലത്തിനും ഇടയിൽ അനുഭവപ്പെടുന്ന ഒരു ബലമാണ്, ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് ആണ് ആരെന്ന് പറയുന്നത്? ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് സർഫസിന് പാരലൽ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. സർഫസിന് പാരലൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്?
ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു പറയുന്നത്. മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ബലമാണെന്ന് പറയുന്നത് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷനുമുണ്ട്, സ്റ്റാറ്റിക് ഫ്രിക്ഷനുമുണ്ട്, സ്റ്റാറ്റിക് ഫ്രിക്ഷനുമുണ്ട്, അതുപോലെ തന്നെ ഡൈനാമിക് ഫ്രിക്ഷനുമുണ്ട്, ഡൈനാമിക് ഫ്രിക്ഷനുമുണ്ട്. സ്റ്റാറ്റിക് ഫ്രിക്ഷനുമുണ്ട്, പിന്നെന്താണ്? ഡൈനാമിക് ഫ്രിക്ഷനുമുണ്ട്. ഒരു ഒബ്ജക്റ്റ് ചലിക്കുന്നതിന് തൊട്ട് മുമ്പ്, ചലിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ്, അത് സ്റ്റേഷനറി ആയിട്ടിരിക്കുമ്പോൾ ചലിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ അതിൽ അനുഭവപ്പെടുന്ന ഹർഷണത്തെയാണ് അല്ലെങ്കിൽ ഫ്രിക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നറിയപ്പെടുന്നത്. ഇനി ആ ഒരു അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ ഫലമായിട്ട് ആ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു സർഫസിനും ഒബ്ജക്റ്റിനും ഇടയിൽ അനുഭവപ്പെടുന്ന ഫ്രിക്ഷൻ നമ്മൾ ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നു. ഈ ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് വീണ്ടും 2 ടൈപ്പായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് 2 രീതിയിൽ മൂവ് ചെയ്യാം. ഒന്നെങ്കിൽ അത് ഒരു പ്രതലത്തിലൂടെ സ്ലൈഡ് ചെയ്ത് നീങ്ങാം, നിരങ്ങി നീങ്ങുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? സ്ലൈഡിംഗ് ഫ്രിക്ഷനുമുണ്ട്, അതുപോലെ തന്നെ റോളിംഗ് ഫ്രിക്ഷനുമുണ്ട്. സ്ലൈഡിംഗ് ഫ്രിക്ഷനുമുണ്ട്, പിന്നെ എന്തുമുണ്ട്? റോളിംഗ് ഫ്രിക്ഷനുമുണ്ട്. ഇനി ഡൈനാമിക് ഫ്രിക്ഷൻ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. സ്ലൈഡിംഗ് ഫ്രിക്ഷനും റോളിംഗ് ഫ്രിക്ഷനും ഉണ്ട്. ഒരു സർഫസിലൂടെ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ സ്ലൈഡ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ആ ഒബ്ജക്റ്റിനും സർഫസിനും ഇടയിൽ അനുഭവപ്പെടുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഒരു സർഫസിലൂടെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ റോൾ ചെയ്ത് മൂവ് ചെയ്യുകയാണെങ്കിൽ, ഉരുട്ടി നീക്കുകയാണെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന ഹർഷണ ബലമാണ് എന്ന് പറയുന്നത് റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്ലൈഡ് ചെയ്യുന്നതാണോ റോൾ ചെയ്യുന്നതാണോ എളുപ്പം? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ സ്ലൈഡ് ചെയ്ത് മൂവ് ചെയ്യുന്നത് നമുക്ക് അവിടെ അനുഭവപ്പെടുന്ന ഫ്രിക്ഷൻ എന്ന് പറയുന്നത് കൂടുതലാണ്. റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ഓൾവൈസ് ലെസ് ദാൻ എന്താണ്? സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണ്. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ഓൾവൈസ് ലെസ് ദാൻ എന്ന് പറയാൻ സാധിക്കും സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് പറയുമ്പോഴത്തേക്ക് റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണ്. അപ്പോൾ ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് എന്താണ്? ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണ്. അടുത്ത ചോദ്യം ഇതാണ്. The principle of ball bearing is based on the principle of that. അല്ലെങ്കിൽ what is the working principle of ball bearing? അങ്ങനെ ചോദിച്ചാലും തെറ്റൊന്നുമില്ല. What is the working principle of ball bearing? ഈ ബോൾ ബെയറിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ബോൾ ബെയറിംഗ് എന്ന് പറയുന്നത്. ഒരു ബോൾ ബെയറിംഗിന്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞു കഴിഞ്ഞാൽ 2 കോൺസെൻട്രിക് ഡിസ്കുകൾ ഉണ്ടായിരിക്കും. ആ 2 കോൺസെൻട്രിക് ഡിസ്കുകൾക്കിടയ്ക്ക് സ്പെറിക്കൽ സ്റ്റീൽ ബോൾസ് നമ്മൾ അവിടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സ്റ്റീൽ ബോൾസ് ഇൻസേർട്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ ലൂബ്രിക്കൻറ്റുകൾ ലൂബ്രിക്കൻറ്റുകൂടെ ഫില്ല് ചെയ്തുകൊണ്ട് ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് ആരെന്ന് പറയുന്നത്? ബോൾ ബെയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 കോൺസെൻട്രിക് ഡിസ്കുകൾ തമ്മിൽ സ്ലൈഡ് ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കി അവിടെ സ്റ്റീൽ ബോളുകൾ ഫില്ല് ചെയ്ത റോളിംഗ് എന്നൊരു സിറ്റുവേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം ബെയറിംഗിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ബോൾ ബെയറിംഗുകളുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ എന്താണ്? റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണ്. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണ്. അപ്പോൾ ആൻസർ ആയിട്ട് എന്ത് പറയാൻ സാധിക്കും? റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ, സബ്സ്റ്റൻസുകൾ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ലൂബ്രിക്കൻസ് എന്ന് പറയും. ലൂബ്രിക്കൻറ്റുകൾ എന്നറിയപ്പെടാറുണ്ട്. ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് ആരെന്ന് പറയുന്നത്? ലൂബ്രിക്കൻറ്റ്. എക്സാമ്പിൾ പറഞ്ഞാൽ ഓയില്, ഗ്രീസ്, ഇതൊക്കെ എന്താണ്? ലൂബ്രിക്കൻറ്റുകൾക്ക് എക്സാമ്പിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ലൂബ്രിക്കൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കേസാണ് ഗ്രാഫൈറ്റ് എന്ന് പറയും. ഒരു സോളിഡ് ലൂബ്രിക്കന്റ് അല്ലെങ്കിൽ ഒരു പൗഡേർഡ് ലൂബ്രിക്കന്റിന് ഉദാഹരണമാണ് ആരെന്ന് പറയുന്നത്? ഗ്രാഫൈറ്റ്. അതൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കേട്ടോ. സോളിഡ് ലൂബ്രിക്കന്റിന് ഉദാഹരണമാണ് ആരെന്ന് പറയുന്നത്? ഗ്രാഫൈറ്റ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്ന പേരാണ് എന്താ? ലൂബ്രിക്കൻസ് എന്ന് പറയും. സോളിഡ് ലൂബ്രിക്കന്റ് എക്സാമ്പിൾ ആണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന ഒരു സോളിഡ് ലൂബ്രിക്കന്റ് ആണ്. പിന്നെ അതുപോലെ ഈ വാഹനങ്ങളുടെയൊക്കെ ഷേപ്പ്
ഫ്രിക്ഷൻ റെഡ്യൂസ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ മിനിമൈസ് ചെയ്യത്തക്ക വിധത്തിൽ വാഹനങ്ങളുടെയൊക്കെ ഷേപ്പ് പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സ്ട്രീം ലൈനിങ് എന്ന് പറയും. സ്ട്രീം ലൈനിങ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. കപ്പലുകൾ, അതുപോലെ തന്നെ വിമാനങ്ങൾ, കാറ്, ഇതിൻ്റെയൊക്കെ ഫ്രണ്ട് ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്, കുറച്ച് ഷാർപ്പായിട്ട് അല്ലെങ്കിൽ പോയിന്റഡ് ആയിട്ട് വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത് പറയുന്നത്. അവിടെ എയർ ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രത്യേക രീതിയിൽ അതിൻ്റെ ഷേപ്പ് ഡിസൈൻ ചെയ്യുന്നത്. അങ്ങനെ എയർ ഫ്രിക്ഷൻ കുറച്ചാൽ മാത്രമേ വണ്ടിയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ വണ്ടിയുടെ മൈലേജും കാര്യങ്ങളും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഫ്രിക്ഷന് വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് മൈലേജിൻ്റെ കാര്യത്തിലുള്ളത്. എയർ ഫ്രിക്ഷൻ കുറഞ്ഞു നിന്നാൽ മാത്രമേ മൈലേജ് നമുക്ക് കൂടുതൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പ്രത്യേക രീതിയിൽ അതിൻ്റെ ആകൃതി, അതിൻ്റെ ഷേപ്പ് ഡിസൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്ട്രീം ലൈനിങ് എന്ന് പറയും. സ്ട്രീം ലൈനിങ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്ത ക്വസ്റ്റിനിലേക്ക് കടക്കുകയാണ്. ദ പവർ ഓഫ് ദ പമ്പ് വിച്ച് ക്യാൻ ലിഫ്റ്റ് 20 liters of water through 10 meter in 9.8 സെക്കൻഡ്. അതായത് 100 ലിറ്റർ വെള്ളത്തെ 10 മീറ്റർ ഉയരത്തിൽ 9.8 സെക്കൻഡ് സമയം കൊണ്ട് പമ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്ത് ഉയർത്താൻ സാധിക്കുന്ന പമ്പിന്റെ പവർ എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ ഒരു ലെവൽ സർഫസിൽ നിന്നും ഒരു ഒബ്ജക്റ്റിനെ നമ്മളൊരു ഹൈറ്റ് ഉയർത്തണമെങ്കിൽ, ഒരു h ഹൈറ്റ് ഒരു ഒബ്ജക്റ്റിനെ ഉയർത്തണമെങ്കിൽ അവിടെ ചെയ്ത വർക്ക് ഡൺ എന്ന് പറയുന്നത് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആയിരിക്കും. ഒരു ഒബ്ജക്റ്റിനെ ഒരു ലെവൽ സർഫസിൽ നിന്നും h ഹൈറ്റ് ഉയർത്തണമെങ്കിൽ അവിടെ ചെയ്ത വർക്ക് ഡൺ എന്ന് പറയുന്നത് അതിന്റെ പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, ഇവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g ആണെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്ത വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് mgh ആണ്. m മാസിനെ h ഹൈറ്റിൽ ഉയർത്തണമെങ്കിൽ അവിടെ ചെയ്ത വർക്ക് ഡൺ എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആണ്. അപ്പോൾ mgh എന്ന് പറയാൻ സാധിക്കും. അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്ത് പറയാൻ സാധിക്കും, വർക്ക് ഡൺ ഈക്വൽ ടു mgh എന്ന് എടുക്കാം. ഈ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് പവർ എന്ന് പറയുന്നത് പവർ ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്. പവർ എന്ന് പറയുന്ന ആരാണ്, വർക്ക് ബൈ ടൈം ആണ്. അപ്പോൾ വർക്കിന് നമുക്ക് mgh അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് വർക്ക് എന്ന് പറയുന്നത് mgh ആണ്, ഡിവൈഡഡ് ബൈ ടൈം ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ മാസ് എത്രയാണെന്ന് നോക്കിയേ, 100 ലിറ്റർ ആണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ലിറ്റർ ഈക്വൽ ടു അല്ലെങ്കിൽ 1 ലിറ്റർ ഈക്വൽ ടു 1 കിലോഗ്രാം എന്ന രീതിയിൽ തന്നെ അസ്യൂം ചെയ്ത് പോകണം. അപ്പോൾ 100 ലിറ്റർ എന്ന് പറയുമ്പോൾ എത്ര കിലോഗ്രാം ആയിട്ട് നമുക്ക് എടുക്കാം, 100 കിലോഗ്രാം ആയിട്ട് നമുക്ക് തൽക്കാലം അസ്യൂം ചെയ്യാം. അപ്പം മാസ് എന്ന് പറയുന്നത് എത്ര പറയാൻ സാധിക്കും, അവിടെ 100 കിലോഗ്രാം ആണ് ഇതിന്റെ മാസ് എന്ന് പറയുന്നത്. 100 കിലോഗ്രാം ആണ് ഇതിന്റെ മാസ് എന്ന് പറയുന്നത്. ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 9.8 എന്ന് എടുക്കാം. ജി എന്ന് പറയുന്നത് 9.8, കാരണം അവിടെ 9.8 സെക്കൻഡ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടി 10 എടുക്കേണ്ട, 9.8 ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് അവിടെ നിന്ന് എന്ത് പറയാൻ സാധിക്കും, 9.8. ഹൈറ്റ് എത്രയാ, എത്ര മീറ്റർ ആണ് ഇതിനെ ഉയർത്തേണ്ടത്, 10 മീറ്റർ ഹൈറ്റിലേക്കാണ് ഇതിനെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ 100 ഇൻറ്റു 9.8 ഇൻറ്റു എന്ത് പറയാം, 10 എന്ന് പറയാം, ഡിവൈഡഡ് ബൈ എത്ര സമയം എടുത്തു, 9.8 സെക്കൻഡ്സ് അല്ലേ എടുത്തിരിക്കുന്നത്. അപ്പോൾ ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും 9.8 ക്യാൻസൽ ആകുന്നു. പിന്നെ വരുന്നത് 100 ഇൻറ്റു 10 ആണ് വരുന്നത്. 100 ഇൻറ്റു 10 എന്ന് പറയുന്നത് 1000 വാട്ട് എന്ന് പറയാം. 1000 വാട്ട് അല്ലെങ്കിൽ കിലോ വാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോ വാട്ടാണ്. 1 കിലോ വാട്ടാണ് ആ മോട്ടറിന്റെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താ വരുന്നത്, ആൻസർ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 1 കിലോ വാട്ടാണ് നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. കാര്യം മനസ്സിലായോ? അപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ ഒരു ലെവൽ സർഫസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഹൈറ്റ് ഉയർത്താനായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് അതിന്റെ പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആണ്. അതാണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. ചോദ്യത്തിന്റെ ബേസ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം ദ ഡാഷ്. അപ്പം കുറച്ച് ഡിഫറെന്റ് ഗ്രാഫുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. അപ്പം വർക്ക് ഡൺ എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. വർക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് വർക്ക് ഡൺ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്ന ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ എന്ത് കിട്ടണം നമുക്ക്, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും കിട്ടുന്ന ഗ്രാഫ് ഏതാണോ അതിൽ നിന്ന് നമുക്ക് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാം. തന്നിരിക്കുന്ന ഓപ്ഷൻ നിങ്ങൾ നോക്കുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് കിട്ടുമോ?
ഇല്ല. പൊസിഷൻ ടൈം ഗ്രാഫ് കിട്ടുമോ? ഇല്ല. വെലോസിറ്റി ടൈം ഗ്രാഫ് കിട്ടുമോ? ഇല്ല. പിന്നെ ഫോഴ്സ് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഏതാണ്? ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആരെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും? ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആരെ കാൽക്കുലേറ്റ് ചെയ്യാം? വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. The unit of work is same as that of dash. വർക്കിനെ നമ്മൾ വർക്ക് എന്ന് പറയുന്ന ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതുപോലെ തന്നെ എനർജിയെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് പിള്ളേരെ? എനർജി എന്ന് പറയുന്നത് കപ്പാസിറ്റി ടു പെർഫോം വർക്ക് അല്ലെങ്കിൽ എബിലിറ്റി ടു പെർഫോം വർക്കാണ്. പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവാണ് ആരെന്ന് പറയുന്നത്? എനർജി എന്ന് പറയുന്നത്. വർക്ക് ചെയ്യുവാനുള്ള കഴിവിനെ, കപ്പാസിറ്റിയെ വിളിക്കുന്ന പേരാണ് എന്ത്? എനർജി എന്ന് പറയുന്നത്. അപ്പോൾ വർക്കും എനർജിയും ഒക്കെ നമുക്ക് എന്ത് പറയാം? ഏകദേശം ഇക്വലന്റ് ആണെന്ന് പറയാൻ സാധിക്കും. വർക്കിന്റെയും എനർജിയുടെയും ഒക്കെ യൂണിറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. വർക്കിന്റെയും എനർജിയുടെയും യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ദ യൂണിറ്റ് ഓഫ് വർക്ക് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് എന്ത് പറയാം? എനർജി എന്ന് പറയുന്നത്. യൂണിറ്റ് ഓഫ് വർക്ക് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് എനർജി എന്ന് പറയാം. വർക്കിന്റെയും എനർജിയുടെയും യൂണിറ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? ന്യൂട്ടൺ മീറ്റർ എന്ന് പറയാം. ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ എന്ത് പറയാം? ജൂൾ ആണ് വർക്കിന്റെയും എനർജിയുടെയും യൂണിറ്റ് എന്ന് പറയുന്നത്. ന്യൂട്ടൺ മീറ്റർ അഥവാ എന്താണ് വരുന്നത്? ജൂൾ ആണ് യൂണിറ്റ് ആയിട്ട് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഈ ഒരു ക്വസ്റ്റ്യനോട് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: 2 masses 1 kilogram and 4 kilogram are moving with equal kinetic energy. അപ്പോൾ രണ്ടുപേരുടെ കൈനറ്റിക് എനർജി ഈക്വൽ ആണ്. Then the ratio of their linear momenta is dash. അപ്പോൾ നോക്കിയേ, രണ്ട് മാസുകളുണ്ട്, രണ്ട് സിറ്റുവേഷൻ. അപ്പോൾ എയും ബിയും എന്ന് പറഞ്ഞ് നമുക്ക് രണ്ട് മാസുകൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ എയുടെ മാസ് എന്ന് പറയുന്നത് രണ്ട് ഒബ്ജക്റ്റുകളുണ്ട്. എയുടെ മാസ് എന്ന് പറയുന്നത് 1 കിലോഗ്രാമും ബിയുടെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 കിലോഗ്രാം 4 കിലോഗ്രാമുമാണ്. ബിയുടെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 4 കിലോഗ്രാമുമാണ് വരുന്നത്. കൈനറ്റിക് എനർജി ഈക്വൽ ആണ്. അപ്പോൾ എയുടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് കെ ആണെങ്കിൽ ബിയുടെ കൈനറ്റിക് എനർജിയെ നമുക്ക് കെ എന്ന് എടുക്കാം, കാരണം അത് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വേണ്ടത് മൊമെന്റത്തിന്റെ റേഷ്യോ ആണ്. കൈനറ്റിക് എനർജിയും മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ഈക്വൽ ടു പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ആണ്. പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ആണ് വരുന്നത്. അല്ലെങ്കിൽ മൊമെന്റം എന്ന് പറയുന്നത് പി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2km എന്ന് പറയാം. ഇനി അതുമല്ലെങ്കിൽ മൊമെന്റം ഈക്വൽ ടു റൂട്ട് ഓഫ് 2km എന്ന് എടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ 2 times കൈനറ്റിക് എനർജി ഇൻറ്റു മാസ് എടുക്കാൻ സാധിക്കും. അപ്പം ഒബ്ജക്റ്റ് എയുടെ മൊമെന്റം എന്ന് പറയുന്നത് പി എ ഈക്വൽ ടു റൂട്ട് ഓഫ് 2k ഇൻറ്റു മാസ് ഓഫ് എ. അതുപോലെ തന്നെ ബിയുടെ മൊമെന്റം എന്ന് പറയുന്നത് പി ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 2kmb എന്നെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റേഷ്യോ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കിയ പിള്ളേരെ, പി എ ഡിവൈഡഡ് ബൈ പി ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 2kma ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2kmb എന്നെടുക്കാം. അപ്പോൾ അവിടെ 2k ക്യാൻസൽ ആവുന്നു. പിന്നെ ബാക്കിയുള്ളത് റൂട്ട് ഓഫ് മാസ് ഓഫ് എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് മാസ് ഓഫ് ബി ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയേ, മാസ് ഓഫ് എ എന്ന് പറയുന്ന 1 അല്ലേ വന്നിരുന്നത്? അപ്പോൾ റൂട്ട് വൺ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ബി എന്ന് പറയുന്നത് എത്രയാണ് വന്നിരിക്കുന്നത്? മാസ് ഓഫ് ബി എന്ന് പറയുന്നത് 4 ആണ് വന്നിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ റൂട്ട് 4 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് 1 എന്നെടുക്കാം. 1:4 റൂട്ട് എടുത്തപ്പോഴത്തേക്ക് 1:4 റൂട്ട് എടുത്തപ്പോഴത്തേക്ക് എന്ത് കിട്ടി? 2 കിട്ടി. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്ത് പറയാം? 1:2 എന്ന് പറയാം. അപ്പോൾ ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അവിടുത്തെ ലീനിയർ മൊമെന്റത്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത്, ഈ രണ്ട് ഒബ്ജക്റ്റുകളുടെ ലീനിയർ മൊമെന്റത്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താ വരുന്നത്? 1:2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് ചെയ്ത് മനസ്സിലായത് വിചാരിക്കുകയാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.